ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ കളർഫുൾ സൺഡേ. അപ്പോൾ ഇന്ന് കളറടിക്കലാണ് മെയിൻ പരിപാടി. എൻ്റെ മുടിക്ക് കളറടിക്കാൻ പോവാണ്. ആഫ്റ്റർ ഒരു 3 ഇയേഴ്സാണ് സ്വന്തമായിട്ട് കളറടിക്കാൻ പോകുന്നത്. അപ്പോൾ സ്ട്രീക്സിൻ്റെ ഈ ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്. സ്വന്തമായിട്ട് ചെയ്യാൻ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു ഐറ്റമാണ് സ്ട്രീക്സിൻ്റെ. ഞാൻ പണ്ട് മുതലേ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ ഹെൽപ്പ് ചെയ്യാൻ പ്രഭുണ്ട്. സ്ട്രീക്സിൻ്റെ പാക്കേജിങ് ഇപ്പോൾ ഒന്നും കൂടി നന്നാക്കിയിട്ടുണ്ട്. കൂടാതെ അവരുടെ കൂടെ ഇപ്പോൾ സിൽവർ അലുമിനിയം ഫോയിലും ഇപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് എ വെരി ഗുഡ് തിങ്. എൻ്റെ കേളി ഹെയർ ആയതുകൊണ്ട് തന്നെ ഹൈലൈറ്റ്സ് ഒക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാനായിട്ട് കുറച്ച് നല്ലോണം കഷ്ടപ്പാടായിരിക്കും, കടയിൽ ചെയ്യുന്ന പോലെയല്ല. അപ്പോൾ ഞാനൊരു ഹാഫ് മുതൽ ഇങ്ങനെ അങ്ങ് കളറടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു കളറിങ്ങിന് 2 പ്രോസസ്സാണുള്ളത്. ഫസ്റ്റ് ബ്ലീച്ചിങ്. അപ്പോൾ ബ്ലീച്ചിങ് കഴിയുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഹെയർ ഫെയ്ഡായി ഇങ്ങനത്തെ ഒരു കളർ വരും. ആക്ച്വലി ഇതിലും ലൈറ്റാണ് കളറ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബ്ലോണ്ട് ഷെയ്ഡും ഒരുപാട് പേര് ചൂസ് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് അത് അത്ര വലിയ ഇഷ്ടമല്ല. എന്നിട്ട് നമ്മൾ ഷാംപൂ വാഷ് ചെയ്ത് നല്ലോണം ഡ്രൈ ചെയ്ത ഹെയറിലേക്കാണ് ഇനി കളർ അപ്ലൈ ചെയ്യേണ്ടത്. അങ്ങനെ ആഫ്റ്റർ കളറിങ് ഇതാണ് ആക്ച്വൽ ഷെയ്ഡ്. ലാറ്റെ ബ്രൗൺ ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. മോക്ക ബ്രൗൺ എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഈ 2 സ്റ്റെപ്പ് പ്രോസസ്സ് ഇല്ല, ഡയറക്റ്റ് കളർ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമ്മൾ ചില കളേഴ്സല്ല, ഓൾമോസ്റ്റ് മിക്ക കളേഴ്സിനും സ്ട്രീക്സിന് ഫസ്റ്റ് ബ്ലീച്ചിങ് പ്രൊസീജിയറാണ്, അത് കഴിഞ്ഞിട്ടാണ് കളർ ചെയ്യുന്നത്. സോ ഈ കളറാണ് ഫൈനലി എനിക്ക് കിട്ടിയത്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സായിനെ കാർ സീറ്റിൽ എത്തിയിട്ടുണ്ട്. ഇരിക്കുവോ? നല്ല കുട്ടിയായിട്ട് ഇരിക്കുവോ? ഇരിക്കുവോ? നമ്മൾ പോകുന്നത് അറിയില്ല. അഗെയിൻ ഞാൻ എൻ്റെ കളർ ചെയ്ത മുടിയുടെ ഭംഗി ആസ്വദിക്കുകയാണ്. ആക്ച്വലി ഈ കളർ കിട്ടിയപ്പോഴേക്കും തല മൊത്തം ഈ കളറാക്കിയാലെന്നും എനിക്ക് തോന്നി, പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ അത് അത്ര സേഫല്ല. നമ്മൾ ഫസ്റ്റ് ഹാപ്പി കപ്പിലേക്കാണ് പോയത്. അവിടെ നിന്ന് ചെറുതായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ പോകണം, പിന്നെന്താ ഒരു ഐസ്ക്രീം കഴിക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻ. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ഹാപ്പി കപ്പിൽ വരുന്നത്. ഇവിടുത്തെ ഇൻറ്റീരിയേഴ്സിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. നല്ല ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഫാദേഴ്സ് ഡേ ആണ്, അതാണ് മറ്റൊരു പ്രത്യേകത. പ്രഭുവിൻ്റെ ഫസ്റ്റ് ഫാദേഴ്സ് ഡേ കൂടിയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ എടുത്തതിൽ മൂഞ്ചി പോകാത്ത ഒരു ഡിസിഷൻ ഉണ്ടെങ്കിൽ അത് പ്രഭു മാത്രമാണ്. ദി റൈറ്റ് ചോയ്സ്, ദി റൈറ്റ് പേഴ്സൺ. ആൻഡ് നൗ ഐ ഫീൽ സൂപ്പർ പ്രൗഡ് ദാറ്റ് I have not only chosen a good man for myself, but also a best dad for our daughter. നമ്മളൊരു BBQ വിങ്സും മാർഗരിറ്റ പിസ്സയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാണുന്ന വലിപ്പം മാത്രമേ ഉള്ളൂ, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ഒരു പിസ്സ ആയിരുന്നു അത്. അപ്പോൾ വേഗം തന്നെ കഴിച്ചിറങ്ങി. സായുവിന് ഉറക്കം വന്നിരിക്കുന്നതുകൊണ്ട് കുറച്ച് ക്രാങ്കി ആയിരുന്നു. പിന്നെ ഹെവി ആയിട്ടൊന്നും ഓർഡർ ചെയ്യാത്തതുകൊണ്ട് നമ്മൾ വേഗം കഴിച്ചിട്ട് ഇറങ്ങി. ഇവിടെ ഞങ്ങൾ കുറച്ച് മിറർ സെൽഫിയൊക്കെ എടുക്കാൻ നോക്കി, പക്ഷെ അത്ര സെറ്റായില്ല. പിന്നെ പുറത്ത് കാറ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഈ ഒരു ഗോസ്റ്റ് മൂവി ആംബിയൻസ് ആയിരുന്നു അവിടെ. പിന്നെ ചെറുതായിട്ട് മഴ തുടങ്ങിയായിരുന്നു. അങ്ങനെ പോൾസ് ക്രീമറിയിലൊക്കെ എത്തുമ്പോഴേക്കും അത്യാവശ്യം നല്ല മഴയുണ്ടായിരുന്നു. ഇത്തവണ ഇതുവരെ ട്രൈ ചെയ്യാത്ത കിൻഡർ ജോയ് ജലാറ്റോയാണ് ഞാൻ ട്രൈ ചെയ്തത്. സായുവിന് അവിടെ നോക്കിയിരിക്കാൻ കുറേ കുട്ടികളുണ്ടായിരുന്നു, അതുകൊണ്ട് സായു നമ്മുടെ ഐസ്ക്രീമിലേക്കൊന്നും ഇടപെടാൻ വന്നില്ല അധികം. സായു അവിടെ ഇരുന്ന ഒരു കുട്ടിയെ കൂവി കൂവി ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു, അല്ലാതെ വിളിക്കാൻ അറിയില്ലല്ലോ. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എൻ്റെ അടുത്തുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രൂട്ട്സിലാണ് എത്തിയത്. കുറച്ച് ചില്ലറ ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വ്ളോഗിൽ കാണാൻ. ബൈ.